ഒരു റൂമിൽ 10 പേര് നിൽക്കുന്നു എന്ന് കരുതൂ. അവരിൽ ആരാണ് ലീഡർ എന്ന് ചോദിച്ചാൽ ആളുകൾ ചിലപ്പോൾ തെറ്റായ ആളെ ചൂസ് ചെയ്യും. പക്ഷെ ക്രൈസിസ് വന്ന നിമിഷം എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് ഒരേ ആളെയാണ്. അതാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ സാധാരണ ആളുകളെ പോലെ സ്ലോ ആയി ജീവിക്കാൻ പറ്റാത്തവരാണ്. ഇവർക്ക് ജീവിതം ഒരു ഫാസ്റ്റ് ഫോർവേഡ് മോഡാണ്. നല്ല സ്പീഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. വേഗത്തിൽ ചിന്തിക്കും, വേഗത്തിൽ സ്നേഹിക്കും, വേഗത്തിൽ ദേഷ്യം വരും, വേഗത്തിൽ വേദനിക്കുകയും ചെയ്യും. വേദന മാത്രം സൈലൻ്റായി ക്യാരി ചെയ്യും. പുറത്ത് ഇവിടെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നും, ഫണ്ണി ആയിട്ടും തോന്നും, ഭയങ്കര ബോൾഡാണ്, എനർജറ്റിക് ആണ്. പക്ഷേ രാത്രി സമയം ഇവരുടെ മൈൻഡ് നിൽക്കില്ല. ഓവർ തിങ്കിങ്, ഫ്യൂച്ചർ ആങ്സൈറ്റി, അതായത് ഭാവിയെ പറ്റിയിട്ടുള്ള വിഷമങ്ങൾ, എനിക്ക് ഓർഡിനറി ലൈഫ് വേണ്ട, എനിക്ക് സാധാരണ ജീവിതം വേണ്ട എന്നൊരു ഡേഞ്ചറസ് മൈൻഡ് സെറ്റ്. അശ്വതി നക്ഷത്രക്കാർക്കൊരു ഇടം പവറുണ്ട്. അവർ റൂമിൽ ഫേക്ക് ആളുകൾ ആരാണെന്ന് ഇവർ പെട്ടെന്ന് മനസ്സിലാക്കും. ആർക്കാണ് ജലസി, ആരാണ് യൂസ് ചെയ്യുന്നത്, ആരാണ് റിയൽ, ഇവർ ഒബ്സർവ് ചെയ്യും. അതും സൈലൻ്റായി തന്നെ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? അത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ക്ഷമയില്ല. നിങ്ങൾക്ക് ഫാസ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പണം പെട്ടെന്ന് വേണം, സക്സസ് പെട്ടെന്ന് വേണം, പ്രണയവും പെട്ടെന്ന് വേണം. അതുകൊണ്ട് ചിലപ്പോൾ തെറ്റായ ആളുകളെ വിശ്വസിക്കും, റിസ്ക് എടുത്ത് എല്ലാം നഷ്ടത്തിലാവും, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഹേർട്ടാവും. കഴിഞ്ഞ മെയ് മാസത്തെ അശ്വതികാർ എന്താ ചെയ്തതെന്ന് അറിയോ? മെൻ്റലി നല്ല എക്സോസ്റ്റഡ് ആയി. പുറത്ത് ചിരിച്ചെങ്കിലും ഉള്ളിൽ പ്രഷർ ഉണ്ടായിരുന്നു. കരിയറിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റീപ്ലേയിൽ നല്ല ഡിലേ വരുന്നത് കൊണ്ട് അതിൻ്റെ തർക്കങ്ങളുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ എക്സ്പെൻസുകൾ, പൈസ കുറേ പോയി വിചാരിക്കാതെ. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, കറക്റ്റ് ഉറക്കം കിട്ടിയില്ല. എനിക്ക് ഇവിടെ നിന്ന് മാറണം എന്നൊരു ഫീലിങ്സ് നന്നായിട്ടുണ്ടാവും. ചിലർ രാത്രിയിൽ ഫോൺ നോക്കി ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കാം. ചിലർക്ക് റെക്കഗ്നിഷൻ കിട്ടാതെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് ലൈഫ് സ്ട്രക്കായ ഫീൽ ചെയ്തിരിക്കാം. പക്ഷേ ജൂൺ മാസത്തിൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഈ മാസം അശ്വതി നക്ഷത്രക്കാർ കാമായിട്ട് ഇരിക്കില്ല. അതായത് കുറച്ച് സമാധാനത്തിൽ ഇരിക്കില്ല. പെട്ടെന്ന് തന്നെ വീണ്ടും ഡിസിഷൻ എടുക്കും. ഒരു പുതിയ തുടക്കം എന്തായാലും തേടും. തൻ്റെ അധികാരം, പവർ എല്ലാം പ്രൂവ് ചെയ്യാൻ നോക്കും. എല്ലാവർക്കും ഞാൻ ആരാണെന്ന് കാണിക്കണമെന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. കരിയറിലാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരും, ലീഡർഷിപ്പിനുള്ള സാധ്യത വരാം. അതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് നിങ്ങളെ നോട്ടീസ് ചെയ്യും. പക്ഷേ ഈഗോ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബോസായിട്ട് നിങ്ങൾ അടികൂടും. തെറ്റായ ഡിസിഷൻ എടുക്കേണ്ടിയും വരാം. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള പൊളിറ്റിക്സ്, ജോലി സ്ഥലത്തുള്ള പൊളിറ്റിക്സ്, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാസ്റ്റ് അറ്റാച്ച്മെൻ്റ് ആണ്. പൊസസീവ്നെസ്സും ഉണ്ടാവും, ജലസിയും വരും. ബ്രേക്കപ്പ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അവർ തന്നെ റീപ്ലേ റേറ്റ് ആയാലും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. സിംഗിൾ ആയിരിക്കണവർക്ക് ഒരു അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കമ്മിറ്റഡ് ആയിട്ടിരിക്കണവർക്ക് ഒരു ഇമോഷണൽ ടെസ്റ്റിംഗ് ഫേസ് ആണ്, അത് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അതുപോലെ പണപരമായിട്ട് നോക്കുകയാണെങ്കിൽ പണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കയ്യിൽ നിൽക്കുകയില്ല. കാരണം ആർഭാടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കും. അതുപോലെ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തും. അതുപോലെ ഷോ ഓഫിനുള്ള എക്സ്പെൻസും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ടാവും, നല്ല ദോഷമാണ് കൂടുതൽ കാണുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു റേസ് പോലെയാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ മറ്റുള്ളവരുടെ അല്ല, സ്വന്തം മനസ്സിനോടാണ് ശരിക്കും മത്സരിക്കുന്നത്.